നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ സന്നാഹ മത്സരങ്ങൾ, ലോകകപ്പ് സന്നാഹ മത്സരങ്ങൾ തകർത്ത് നടക്കുകയാണ്. ബ്രസീൽ ഈജിപ്തിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. അങ്ങനെ 2 സന്നാഹ മത്സരങ്ങളും, ലോകകപ്പിന് മുന്നോടിയായുള്ള 2 സന്നാഹ മത്സരങ്ങളും വിജയിച്ച് ബ്രസീൽ അത്യുജ്വലമായിട്ട് കയറി വന്നിരിക്കുകയാണ്. ലോകകപ്പിന് അവർ ഒരുക്കമാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് ഈജിപ്തിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ ഗുയ്മേറസ് 7ാമത്തെ മിനിറ്റിൽ ഗോളടിക്കുന്നു. 52ാമത്തെ മിനിറ്റിൽ എൻട്രിക്കും ഗോളടിക്കുന്നു. അങ്ങനെ 2 ഗോളാണ് ബ്രസീൽ അടിച്ചത്. ഈജിപ്ത് അടിച്ചത് 11ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് സീക്കോയിലൂടെയാണ് അവർ ഗോളടിച്ചത്. 11ാമത്തെ മിനിറ്റിൽ. 7ാമത്തെ മിനിറ്റിൽ ബ്രസീൽ അടിച്ചു. 11ാമത്തെ മിനിറ്റിൽ സീക്കോ തിരിച്ചടിച്ചു. ബ്രസീലിൻ്റെ ഒരു പിഴവിൽ നിന്ന് തന്നെയാണ്, റാഫിഞ്ഞയുടെ പിഴവിൽ നിന്നാണ് ഒരു ബാക്ക് പാസ്, ടെറിബിൾ ബാക്ക് പാസ് എന്ന് തന്നെ പറയണം. ആ നിലയിലുള്ള ഒരു ബാക്ക് പാസിൽ നിന്ന് ആണ് അതിനെ ശരിയായി ഉപയോഗിച്ച് മുതലാക്കി മുഹമ്മദ് സീക്കോ ഈജിപ്തിനെ ഒപ്പം എത്തിക്കുകയായിരുന്നു. ആദ്യ പകുതി ഒപ്പത്തിനൊപ്പമായിരുന്നു. രണ്ടാമത്തെ പകുതിയുടെ 52ാമത്തെ മിനിറ്റിൽ റാഫിഞ്ഞയുടെ അതിഗംഭീരമായ പാസിൽ നിന്ന് ഗംഭീര ഫിനിഷ്, അത് പറയാനില്ല. എൻട്രിക് ഗംഭീരമായി ഫിനിഷ് ചെയ്ത് കളി ബ്രസീലിന് അനുകൂലമാക്കി. 1-2 ഗോളിന് അവർ ജയിച്ചു. പക്ഷേ കളിക്കിടെ വെസ്ലിക്ക് പരിക്കേറ്റ് നേരത്തെ തിരിച്ചു കയറേണ്ടി വന്നത് ബ്രസീലിന് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും ബ്രസീലിൻ്റേത് ഗംഭീര വിജയമായിരുന്നു, അതിഗംഭീര വിജയം എന്ന് തന്നെ പറയണം. കാരണം ലോകകപ്പ് പടിക്ക് അപ്പുറത്ത് നിൽക്കുമ്പോൾ, വെറും ദിവസങ്ങൾക്ക് മാത്രം അപ്പുറം നിൽക്കുമ്പോൾ ബ്രസീൽ അവരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന തരത്തിൽ സന്നാഹ മത്സരത്തിൽ തുടർച്ചയായ 2ാമത്തെ വിജയവും നേടിയിരിക്കുന്നു എന്നത് ബ്രസീൽ ലോകത്തെ മുഴുവൻ ആരാധകർക്കും, ഫുട്ബോൾ ആരാധകർക്കും, ഫുട്ബോൾ പ്രേമികൾക്കും, ബ്രസീൽ ആരാധകർക്കും പ്രത്യേകിച്ചും ആശ്വസിക്കാവുന്ന, സന്തോഷിക്കാവുന്ന രീതിയിൽ ബ്രസീൽ അവരുടെ 2ാമത്തെ സന്നാഹ മത്സരവും വിജയിച്ചിരിക്കുന്നു.